ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ജില്ലയുടെ വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടമായി വിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 16 മുതൽ 30 വരെ നടക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ സർക്കാർ പരിചരണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. ഏകദേശം 8 ദിവസം പ്രായവും 4.57 കിലോഗ്രാം ഭാരവും 49 സെന്റിമീറ്റർ ഉയരവുമുള്ള ആൺകുഞ്ഞിന് അൻപ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന 8ാമത്തെ കുഞ്ഞാണ് അൻപ്. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മന്ത്രി CP ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ലെറ്റ്സ് ലിവ് NGOയും സംയുക്തമായി സംഘടിപ്പിച്ച അൺഫിൽറ്റേഡ് പദ്ധതിയുടെ 1ാം സീസൺ സമാപിച്ചു. യുവതലമുറയ്ക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാനും സഹായം തേടാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനായി പഞ്ചായത്ത് തല പ്രാദേശിക റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ AA റഷീദ് ഹർജികൾ പരിഗണിച്ചു. പൊഴിയിലെ മണൽ നീക്കൽ, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി മുതലപ്പൊഴിയിലെ വിവിധ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും സാമുദായിക നേതാക്കളുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ പുനഃസ്ഥാപിക്കുക, ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക, ഹാർബർ വൃത്തിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശകരമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 10,000 ചതുരശ്രയടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ മന്ത്രി രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.